സോനം കപൂറിൻ്റെ ഈ ഒരു ഇയറിംഗാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കമ്പി എടുത്തിട്ടുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പി എടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പി ഞാൻ 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലെങ്തിൽ വേണം നമ്മൾ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കമ്പി കിട്ടിയില്ലെങ്കിൽ കട്ടിയുള്ള കമ്പിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് മുത്ത് കയറിയാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഈ ഒരു നൂൽക്കമ്പിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു കമ്പിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതെടുത്തിട്ട് നമ്മൾ 4ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് മുത്തുകൾ ഇങ്ങനെ കോർത്തിടുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡ് വശം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. മറ്റേ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് വെക്കുന്നുണ്ട്. കാരണം ഈ മുത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരേ പോർഷനിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മറ്റേ സൈഡിൽ ജസ്റ്റ് ഒന്ന് വളച്ചു വെക്കുക. എന്നിട്ട് ഞാൻ ഓരോ മുത്തുകൾ സൈസ് അനുസരിച്ച് ഓരോ മുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു വലിയ മുത്ത്, ആദ്യം ഒരു 4 വെള്ളിമുത്ത് അല്ലെങ്കിൽ 5 വെള്ളിമുത്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു സൈസ് അനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. എന്നിട്ടത് കറക്റ്റ് നമ്മൾ വളച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വളച്ച ഒരു സർക്കിൾ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ ഇവിടെ എടുക്കുന്നുണ്ട്. ആ ബോട്ടിലിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മുത്തുകൾ ഇങ്ങനെ ജസ്റ്റ് അതിനകത്തോട്ട് ഇട്ടിട്ട് കൊടുക്കുക. സൈസ് അനുസരിച്ച് ആദ്യം വലിയ മുത്ത്, പിന്നെ ചെറിയ മുത്ത്, പിന്നെ അതിനെക്കാട്ടിലും ചെറിയ മുത്ത്, പിന്നെ ഏറ്റവും ചെറിയ മുത്ത്. എന്നിട്ട് എൻ്റെ ഏറ്റവും അതിൻ്റെ എൻഡ് പോർഷൻ വരുമ്പോഴാണ് നമ്മൾ പശ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ഈ കുന്തൻ സ്റ്റോൺസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റോൺസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പശ വെച്ച് ഫെവി ബോണ്ടിൻ്റെ പശയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മറ്റ് പശകളൊന്നും വെച്ചാലൊന്നും അങ്ങനെ ഒട്ടത്തില്ല. എൻ്റെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാൻ നോക്കിയപ്പോഴൊന്നും ഒട്ടിയില്ല. പിന്നെ മറ്റേ ഫാബ്രിക്കിൽ ഒട്ടിക്കുന്നത് വെച്ചും അതും ഒട്ടത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ പശയാകുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഇയറിങ്സിൻ്റെ പുറകിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആണി വേണമല്ലോ. ആ ആണിയും ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫെവി ബോണ്ടിൻ്റെ പശ വെച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലെന്ന് പറഞ്ഞേക്കുന്നത്. ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.